സർ, നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം മുതിർന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള കരൺ ഥാപ്പർ, സിദ്ധാർത്ഥ് വരദരാജൻ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുകയാണ് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ വലിയ ഫേസ്ബുക്ക് ഹാഷ്ടാഗുകളൊക്കെ വരാനുള്ള ഒരു സാധ്യത സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്കെതിരെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടമായി എന്നുള്ള ഒരു വാർത്ത അത് കോൺഗ്രസ് പടച്ചു വിട്ടിരുന്നു. കോൺഗ്രസ് അതിൽ തന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്കെതിരെ വാർത്ത കൊടുത്തതിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. നമുക്ക് വാർത്തകൾ കൊടുക്കുന്നതിൽ തെറ്റു പറയാനില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന് അപകീർത്തികരമാകുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നത് മാധ്യമ ധർമ്മമാണോ സർ? മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് സ്റ്റേറ്റ് എന്നല്ലേ പറയുന്നത്. അതെ, മാധ്യമ പ്രവർത്തനത്തെ പറയുന്നത് അങ്ങനെയാണ്, ഫോർത്ത് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. പലപ്പോഴും തെറ്റായ വാർത്തകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതേ അവസരത്തിൽ തന്നെ ഈ പല പത്രപ്രവർത്തകരും, മുതിർന്ന പത്രപ്രവർത്തകരായിട്ടുള്ളവർ തന്നെ ചില പ്രത്യേക വാർത്തകളിലൂടെ ശ്രദ്ധയാകർഷിക്കുവാനും അല്ലെങ്കിൽ അത് സെൻസേഷൻ സൃഷ്ടിക്കുവാനും വേണ്ടിയൊക്കെ പറയുന്ന അപകടകരങ്ങളായ ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. അതായത് ഒരു പൊതുധാരയിൽ നിന്ന് വിട്ടുനിന്ന് സംസാരിക്കുക, ദേശീയമായും നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്പം ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുക, ഇതൊക്കെ ചില പത്രപ്രവർത്തകർ ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ നടത്തിയ ഒരു ആക്രമണം അല്ലല്ലോ, അത് നമ്മൾ നടത്തിയ ഒരു പ്രതിരോധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് വളരെ കൃത്യമായിട്ട് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ആൻസറബിൾ ആണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഭരണകൂടത്തിനറിയാം പറയേണ്ട കാര്യങ്ങൾ പുറത്ത് വിട്ടേ മതിയാവും എന്ന കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പം ചൈനയിലോ പാകിസ്ഥാനിലോ ഒക്കെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അവിടെ ഭരണകൂടം പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വിവിധ തലത്തിലുള്ള, അത് പട്ടാളത്തെ സംബന്ധിച്ചായാലും സൈന്യത്തെ സംബന്ധിച്ചായാലും യുദ്ധത്തെ സംബന്ധിച്ചായാലും ഇന്റേണൽ മാറ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അവിടെ പുറത്തു വിടുന്ന ഔദ്യോഗിക റിലീസ് അല്ല നമുക്കൊന്നും അറിയത്തില്ല. പാകിസ്ഥാൻ എന്നും പട്ടാള ഭരണത്തിലാണ്. ജനാധിപത്യ രാജ്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും അവിടെ പട്ടാളമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മറ്റിടത്ത് വേറെ ഇരുമ്പ് പറ സത്യമായിട്ടുണ്ട്. അതുപോലെ അല്ല നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഏത് കാര്യങ്ങളും സുതാര്യമായി നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയുകയുമില്ല എന്നുള്ളത്. പക്ഷേ രാജ്യസുരക്ഷയെ കരുതിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭരണകൂടത്തിന് ഒളിച്ചു വെക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കുന്നു എന്നുള്ളതല്ല, അത് പുറത്ത് വിടാതിരിക്കുന്നു, രാജ്യ താല്പര്യം കരുതി പുറത്ത് വിടാതിരിക്കുന്നു എന്ന് മാത്രമേ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ ഒന്നും നമ്മൾ ഒരു ഭരണകൂടവും അങ്ങനെ ബോധപൂർവം ഇത് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ചിലർ അത്തരം ഒരു സമീപനം എടുക്കുകയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് നമ്മൾ ഭരണകൂടത്തെ വിമർശിക്കുക എന്ന അല്ല അത് അർത്ഥമാക്കുന്നത്. വിമർശനം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. കാരണം ഒരു നയത്തെ വിമർശിക്കുക അല്ലെങ്കിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഇതൊന്നും ചെയ്യാറുള്ളൂ. നമ്മുടെ പാർലമെൻറ്റിലൊക്കെ ബഹളം സൃഷ്ടിക്കുന്നു, അതിനിടയിൽ കൂടി ബില്ലുകൾ പാസ്സാക്കപ്പെടുന്നു പോകുന്നു. ഒരു കാര്യം പോലും കൃത്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാകുന്നില്ല. അത് വേറൊരു വിഷയമാണ്, ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ മുതൽ തെറ്റായ, അതായത് നമ്മുടെ രാജ്യത്തിന് എന്തോ കുഴപ്പം പറ്റി എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു ശ്രമം വെറുതെ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആക്രമിക്കപ്പെട്ടു. നമ്മുടെ മണ്ണിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായിരിക്കുന്നു വളരെ വർഷങ്ങളായിട്ട്. പിന്നെ ഈ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ കാലഘട്ടം മുതൽ കാശ്മീർ ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒക്കിപ്പ് ചെയ്ത് അന്ന് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നടന്ന ആ ഒരു യുദ്ധത്തിൽ കുറച്ച് ഭാഗങ്ങൾ പാകിസ്ഥാൻ പാക്കൊക്കെ കാശ്മീരായിട്ട് വെക്കുന്നത് തീവ്രവാദത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുന്നു. അവിടെയാണ് എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നത്. പിന്നെ പാകിസ്ഥാനിലാണ്. പിന്നെ അവർ മറ്റു രാജ്യങ്ങളെ അതിന് അനുഗുണമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ അതിൻ്റെ ഒരു വളരെ മോശമായ ഒരു വിഷയമാണ് നമ്മൾ കണ്ടത്. ഈ പഹൽഗാമിൽ നടന്നത് നമ്മുടെ
നിരപരാധികളായ ടൂറിസ്റ്റുകളെ കയറി സാധാരണ നമുക്ക് നമ്മുടെ ജവാന്മാരുടെ ജീവനാണ് നഷ്ടമാകുന്നത്. അതെ അതെ അതെ, ഇതിപ്പോ തീർത്തും സിവിലിയൻസ് സിവിലിയൻസ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാൻ ഒരു പറ്റും? തരത്തിൽ ക്ഷമിക്കില്ല. അപ്പോൾ അതിന് വളരെ കൃത്യമായതാക്കും. ഒരു ലേമാൻ സാധാരണ മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത പോലെ സൈനിക കേന്ദ്രങ്ങളും തീവ്രവാദ കേന്ദ്രങ്ങളും മാത്രമാണ് ആക്രമിച്ചത്. അവിടെ യുദ്ധവിമാനങ്ങൾ അടക്കം വെടിവെച്ചിടാൻ നമുക്ക് കഴിഞ്ഞു. തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ തീവ്രവാദത്തെ നേതൃത്വം നൽകിയ ലഷ്കർ തോയ്ബ അടക്കമുള്ളവരുടെ നേതാക്കന്മാരെ നമുക്ക് വധിക്കാൻ കഴിയുന്നു. അത്തരം ഒരു ഓപ്പറേഷനാണ് നടന്നത്. അപ്പോൾ അതിനകത്ത് തെറ്റായ ഒരു വെർഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കട്ടിങ് സൗത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഈ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ രണ്ട് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റുന്നതിന് അനുസൃതമായുള്ള ചിന്താഗതികൾ വെറുതെ ഇട്ട് കൊടുക്കുക. വിഘടനവാദികളെന്ന് പറയുന്നത് നോക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 14 ഭാഷകളുണ്ട്. 14 ഭാഷകൾ ഉള്ള ലോകത്തൊരു രാജ്യവുമില്ല. 14 ഭാഷകൾ ചേർന്ന് പോകുന്ന ഒരു രാജ്യവും ലോകത്തില്ല. ഇത്രയും വ്യത്യസ്തമായ ആചാരരീതികൾ പിന്തുടരുന്ന ഒരു രാജ്യമില്ല. ഇവിടെ 1000 ആചാരങ്ങളുണ്ട്. ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും തടസ്സമൊന്നുമില്ല. ഫോഴ്സ്ഫുൾ അതിനുവേണ്ടി നടത്തുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായി രൂപപ്പെട്ടു വരുന്ന അഭിപ്രായം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിന് ഒരാരാധനാലയത്തിന് നേരെയും നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ ആക്രമണം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഉടനെ എടുത്ത് നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ ഇവിടെ ജീവിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ന്യൂനപക്ഷ സമുദായങ്ങൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതരായി ന്യൂനപക്ഷങ്ങൾ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ പക്ഷേ അവരിൽ ഒരു അരക്ഷിതബോധം സൃഷ്ടിക്കുക, ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേക വികാരം സൃഷ്ടിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യൻ ഭരണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണേന്ത്യ ഒരു പ്രത്യേക സംവിധാനമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടുക. ഇങ്ങനെ ഇവിടെ ഇതുവരെ കഴിഞ്ഞ 79 വർഷമായി രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചത്. 79 വർഷത്തിനിടയിൽ നടന്ന എന്തെല്ലാം ശ്രമങ്ങൾ ഇവിടെ നടന്നു എന്ന് നമുക്കറിയാം. ഏതെല്ലാം മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായി എന്നറിയാം. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയാൻ ഇവിടെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ പരിധി വരെ. അത് തെറ്റായ പ്രവണതയുടെ കൂടെ നിൽക്കത്ത ഒരു ജനസമൂഹം, ഒരു ഇന്ത്യ എന്ന വികാരം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹം ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വെള്ളത്തോട് പറഞ്ഞ ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്ന് അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഹൃദയത്തിൽ തൊട്ടൊരു വികാരമാണ് ദേശീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയത എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ അതിനനുസൃതമായി വേണമല്ലോ മാധ്യമ ചിന്തയിൽ പോകാനെന്ന് പറയുന്നത്. രാജ്യം എന്ന് പറയുന്നത് ഇതിലേക്ക് എന്താ പറയുക, നിരോധിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു കാര്യമില്ല. ഇവിടെ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങ് ഏർപ്പെടുത്തിയത്. അത് നമ്മുടെ ഭരണഘടനാ ബാഹ്യമായ ഒരു സംവിധാനമായിരുന്നുവെന്നും അത് ഒരു ഭരണകൂടത്തിന് ഒരു ഏകഛത്രാധിപതിയായ ഒരു ഭരണാധികാരിയും അവരുടെ സിൽബന്ധികളും കൂടി നടത്തിയ ഒരു കാര്യമായിരുന്നുവെന്നും അങ്ങനെയാണ് പത്രപ്രവർത്തകർക്ക് നേരെ, അതുപോലും ഇപ്പോൾ മറന്നു പോകുന്നു, എങ്ങനെയാണ് പത്രപ്രവർത്തകർക്ക് നേരെ ഒരു കൂച്ചുവിലും ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായെന്ന് പോലും മറന്നുപോയിക്കൊണ്ടാണ് ഇപ്പോൾ ചിലർ രാജ്യത്തിൻ്റെ ദേശീയതയ്ക്കെതിരെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും അതിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന അപകടമെന്ന് പറയുന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല ആരായാലും. അപ്പോൾ അതുകൊണ്ട് ഒരർത്ഥത്തിലും പൊറുക്കാവതല്ല രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങളുടെ വിളനിലമായ ഈ ഭൂമിയിൽ നമ്മുടെ രാജ്യത്ത് ഛിദ്രശക്തികൾക്ക് അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾക്ക് വഴിമരുന്നിടുന്ന വിധത്തിലുള്ള ഒരു പ്രവണതയും അനുവദിച്ച് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതൊരിക്കലും പത്രസ്വാതന്ത്ര്യത്തിലുള്ള നമ്മുടെ 4th എസ്റ്റേറ്റിന് മേലുള്ള ഒരു കടന്നുകയറ്റമല്ല. സ്വയം നിയന്ത്രിക്കുകയും മനസ്സിലാക്കുകയും ഭാരതത്തെ ഹൃദയത്തിലേറ്റുകയുമാണ് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.